അങ്ങനെ ഇന്നുണ്ടല്ലോ ജനുവരി 18, ഇന്ന് എൻ്റെ 17ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതേ ചെറിയൊരു കേക്ക് മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾ നല്ല കളർ തീമിലാട്ടോ കേക്കും ഞാനും. അപ്പോൾ ഈ കേക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്നാൽ പിന്നെ വീഡിയോ കോളിൽ ഹസ്ബൻഡിനെയും കൂടി വെച്ചൂടെ, അല്ലെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ചെയ്തൂടെ? ഒന്നും വേണ്ട, ഞാൻ തന്നെ മതി. സംസാരിക്കുന്നത് ജസ്ന സലിമാണ്. താത്ത ഒറ്റയ്ക്ക് കേക്ക് കൊണ്ട് വന്നിരിക്കുന്നത് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ഒരു ജോലി വാങ്ങിച്ചാലോ ഒക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കേക്ക് മുറിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ വിവാഹം പോലെയുള്ള ഒരു രണ്ടുപേര് പങ്കെടുത്ത സംരംഭത്തിന്റെ 17ാമത്തെ വാർഷികം ആഘോഷിക്കുമ്പോൾ അത് ഒറ്റയ്ക്കിരുന്ന് കട്ട് ചെയ്ത് കഴിക്കുന്നത് ആദ്യമായിട്ട് കാണുകയാണ്. ഒരു വീഡിയോ കോളിൽ പോലും കാണിക്കാൻ പറ്റാത്തത്ര ഒരു അവസ്ഥയിലാണോ ഭർത്താവ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയൊക്കെ പറയുന്ന ഘോരം വാ തോരാതെ സംസാരിക്കുന്ന ഇത്തയുടെ ഭർത്താവ് എന്ത് സമ്മാനമാണ് നൽകിയിട്ടുള്ളത് എന്ന് വളരെ വിശദമായിട്ട് തന്നെ ഒരു ബ്ലോഗിലൂടെ ജസ്ന പങ്കുവയ്ക്കുന്നുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കാണാം. എന്തായാലും ഇത്രയൊക്കെ ആയി, ഇനി ആ ഒരു ബ്ലോഗും കൂടെ കാണുന്നതിൽ എന്താണ് നഷ്ടം? കാണാം. ഹായ്, ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗ് എന്ന് വെച്ചാൽ ചെറിയൊരു വലിയ ഇപ്പൊ നമ്മളെ അങ്ങ് കണ്ണുരുട്ടി പേടിപ്പിക്കുവാണോ എന്റെ പൊന്നെ? ഇത് ബ്ലോഗാണോ അതോ കഥകളിയാണോ? എന്തായാലും ഒന്ന് കാണാം. ഒരു ഷോപ്പിംഗ് വ്ളോഗ്. അപ്പോൾ ഈ ചെറിയ വലിയ ഷോപ്പിംഗ് വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, നാളെ ജനുവരി 18-ാം തീയതിയാണ് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ എനിക്ക് എന്താണോ ഗിഫ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ അത് മേടിച്ചോളാൻ എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്ത് വേണം? വേറെ എന്ത് ഗിഫ്റ്റ് വേണമെങ്കിലും മേടിച്ചോളാനാണ് ഇക്ക സമ്മതം കൊടുത്തിരിക്കുന്നത്. എന്തായിരിക്കും ഇക്ക മേടിച്ചിട്ടുണ്ടാവുക? ചുരുങ്ങിയത് ഒരു 2 കിലോ സ്വർണ്ണമെങ്കിലും മേടിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പം ഒരൊറ്റ കണ്ടീഷനാണ് വെച്ചിട്ടുള്ളത്. സ്വർണം ഒഴികെ വേറെ എന്ത് സാധനം വേണമെങ്കിലും, എത്ര എമൗണ്ടിന് വേണമെങ്കിലും നീ മേടിച്ചോ. ഉള്ള പടച്ചോണേ പെട്ടല്ലോ. സ്വർണ്ണം ഒഴികെ ബാക്കി എന്ത് വേണേലും മേടിച്ചോളാം. സ്വർണ്ണവും ഡയമണ്ടും ഒക്കെ ഭയങ്കര വിലയായതുകൊണ്ട് അതിലൊന്നും തൊട്ട് കളിക്കണ്ട. ഇജ്ജ് സ്വർണ്ണം അല്ലാതെ വേറെ എന്ത് വേണേലും മേടിച്ചോളാനാണ് ഇക്ക പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു 2-3 കൂട്ടം ഡ്രസ്സ് എടുക്കാനായിരുന്നു പ്ലാൻ ചെയ്തത്. കാരണം എനിക്ക് ഡ്രസ്സ് എന്ന് പറയുന്നത് കുറച്ച് ക്രൈസാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ഡ്രസ്സ് ഇങ്ങനെ മേടിച്ചു കൂട്ടി വെക്കുക എന്ന് പറയുന്നത് പിന്നെ ഞങ്ങൾക്കറിയാൻ പാടില്ല, ഞമ്മക്കറിയാലോ ഇതൊക്കെ. കാരണം ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞിയും കറിയും വച്ചില്ലെങ്കിൽ ജസ്നത്തയ്ക്ക് എന്താണ് ഇഷ്ടമെന്ന് അന്വേഷിച്ച് നടക്കലാണല്ലോ ഞങ്ങളുടെ മലയാളികളുടെ ഒരു മെയിൻ പണി എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം ഇതൊക്കെ ഡ്രസ്സാണ് ഏറ്റവും കൂടുതൽ ക്രേസ് എന്നുള്ളത് ഞമ്മക്കറിയാം. എനിക്കൊരു ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഒരു 2-3 കൂട്ടം ഡ്രസ്സ് എടുക്കാം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോസ്റ്റ്യൂമൊക്കെ സെറ്റ് ചെയ്തു. ഞാൻ പോകാൻ റെഡിയായി പോവുകയാണ് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അല്ലേ വേണ്ട, നീ നിൻ്റെ ഇഷ്ടം പോലെ എന്താണോ നിനക്ക് തോന്നുന്നത് അത് മേടിച്ചോ. അതിപ്പോൾ സ്വർണമാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ പേ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പം എന്റെ ദൈവമേ, ഇതൊക്കെ താങ്ങാനുള്ള ഒരു ശക്തി ഈ ബ്ലോഗ് കാണുന്ന മലയാളികൾക്ക് നീ കൊടുക്കണേ എന്നാണ് എന്റെ പ്രാർത്ഥന. ഇങ്ങനെ ഗോൾഡ് എങ്കിൽ ഗോൾഡ് നീ മേടിച്ച മുത്തേ എന്നാണ് ജസ്നയുടെ സലീമിക്ക പറഞ്ഞിരിക്കുന്നത്. ക്യാഷ് ഒരു പ്രശ്നമല്ല, നമ്മൾ ദുബായിന്ന് വാരി വിതറില്ല മുത്തേ. സ്വർണം എങ്കിൽ സ്വർണം. 1 ലക്ഷത്തിന് മേളിലാണ് പവന് വില എന്നുണ്ടെങ്കിലും ഇജ്ജ് കണക്കാക്കണ്ട, മേടിച്ചോ. ഉടുപ്പൊന്നും മേടിച്ചാൽ ഡ്രസ്സൊന്നും മേടിച്ച് പൈസ കളയണ്ട, സ്വർണം അങ്ങ് മേടിക്ക എന്നാണ് ഇക്ക പറഞ്ഞത്. എന്റെ അമ്മേ, ചങ്ങിന് വേന എടുക്കും അതൊക്കെ കേട്ടിട്ട്. അത് കേട്ടപ്പം നമുക്ക് കിട്ടുന്ന ഒരു അവസരം എന്തിനാ നമ്മൾ പാഴാക്കാൻ പോകുന്നത്? എല്ലാ ആനിവേഴ്സറിക്കും എനിക്ക് എന്തെങ്കിലും ഗോൾഡ് മേടിച്ചു തരാറുണ്ട്. എന്തിനാണ് ഈ ചിരിച്ചു പിടിച്ചോണ്ട് വർത്താനം പറയുന്നത്? ഒന്നെങ്കിൽ ചിരിക്ക, ഇല്ലെങ്കിൽ വർത്താനം പറയും. ഈ ചിരിച്ചു പിടിച്ചോണ്ട് വർത്താനം പറയുന്നത് കാണുമ്പോ തന്നെ വല്ലാത്തൊരു സന്തോഷ. കാണാം. ബർത്ത്ഡേക്ക് കഴിഞ്ഞ ബർത്ത്ഡേക്ക് വേണ്ടി ചെന്നതായിട്ടോ ഡയമണ്ടിന്റെ ഒരു നെക്ലേസ്. അപ്പം ഇതിൽ ഏതാണ് നെക്ലേസ്? ഇക്ക മേടിച്ചെന്ന നെക്ലേസ് ഏതാണ് മുത്ത? കാണാൻ പറ്റണില്ലല്ലോ. ഇതിൽ 5-6 നെക്ലേസ് ഇങ്ങനെ അടുക്കി വച്ചേക്കുന്നോണ്ട് ഏതാണ് ഡയമണ്ടിന്റെ നെക്ലേസ്, ഏതാണ് സ്വർണത്തിന്റെ, ഏതാണ് പ്ലാറ്റിനത്തിന്റെ മനസ്സിലാവുന്നില്ല.
ഇക്കായിരിക്കുമല്ലോ ഇതെല്ലാം മേടിച്ചു തന്നിരിക്കുന്നത് അല്ലേ. മേടിച്ചു തന്നാൽ പിന്നെ നമ്മൾ ഇടണം, ഊരാൻ പാടില്ല. അത് 10 ആയാലും ഇട്ടുകൊണ്ട് നടന്നോണം, 20 ആയാലും ഇട്ടുകൊണ്ട് നടന്നോണം. ഇങ്ങനെ ഉത്സവത്തിന് തിടം പേറ്റി ആനേനെ പോലെ തോന്നിക്കുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞാലും ഊരരുത്, ഇട്ടുകൊണ്ട് തന്നെ നടക്കണം. ഓക്കെ. ഫംഗ്ഷൻ വരുന്ന സമയത്ത് എനിക്ക് മേടിച്ചു തരാറുള്ളതാണ്. അപ്പൊ ഇതിനായിട്ടിപ്പോ ഞാൻ എന്തിനാണ് വിലക്ക് പറയുന്നത്? നമുക്ക് വാങ്ങിയേക്കാം. അപ്പൊ എനിക്ക് എന്ത് മേടിക്കണം എന്നുള്ളൊരു ഒരാകാംക്ഷ. അപ്പം വള എൻ്റെ കയ്യിലുണ്ട്, മാല എൻ്റെ കയ്യിലുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ എന്ത് മേടിക്കാനാന്നേ, കാരണം ഇങ്ങനെ പട്ടുമെത്തയിലോ അല്ലെങ്കിൽ സ്വർണ്ണ കരണ്ടിയായിട്ട് ജനിച്ച ആളല്ലേ, അതുകൊണ്ട് എന്ത് മേടിക്കും എൻ്റെ ഈശ്വരൻ. എനിക്കാണ് എല്ലാം ഉണ്ട്. പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യവും പണവും ഒന്നും കൊടുക്കല്ലേ എന്ന് പണ്ട് കൽപ്പന ചേച്ചി പറഞ്ഞതാണ് എനിക്ക് ഇവിടെ ഓർമ്മ വരുന്നത്. എന്നാലും നാടകം ഒന്നുകൂടെ കാണാം നമുക്ക്. കൈ ചെയിനാണ്. മാലകൾ ഒരുപാടുണ്ട്, വളകൾ ഒരുപാടുണ്ട്. ഈ കൈമലും അതേപോലെ ഒരു വാച്ച് പോലുള്ള ഒരു സംഭവമാണുള്ളത്. അപ്പം എനിക്ക് കൈ ചെയിൻ ഇല്ല, മോതിരം ഉണ്ട്. ഇത് ഈ കൈമലും ഉണ്ട്. അപ്പം എനിക്ക് ഇല്ലാത്തൊരു സംഭവം എന്ന് പറയുന്നത് കൈ ചെയിനാണ്. അപ്പം ഞാൻ പ്ലാൻ ചെയ്തു കൈ ചെയിൻ ഒരുപാടുണ്ട്. ഞാനോർത്ത് കയ്യിൽ ഇല്ലാത്തൊരു സാധനം എന്നൊക്കെ പറഞ്ഞപ്പോ ഇനി ബുദ്ധിയല്ല മാല, കൈച്ചെയിൻ, നെറ്റിച്ചൂട്ടിയൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇനി എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. കൈച്ചെയിനാണ് കേട്ടോ. ഉള്ളതെല്ലാം പിന്നെ ഒരുമിച്ചൊന്ന് ഇട്ടുകൊണ്ട് നടക്കുന്നത് കൊണ്ട് എപ്പോ തോന്നുന്നു അപ്പൊ അങ്ങോട്ട് കാണിക്കാൻ പറ്റും. വളയുണ്ട്, മോതിരമുണ്ട്, മാലയുണ്ട്, പിന്നെ എന്താ കൊലുസുണ്ട്, ചെരുപ്പുണ്ട്, ഉടപ്പുണ്ട്, പുട്ടുണ്ട്, കടലയുണ്ട്, അപ്പമുണ്ട്, നെയ്ച്ചോറുണ്ട്, നെയ്പത്തിരി ഉണ്ട്. സോറി, വിഷയത്തിൽ നിന്ന് നമ്മൾ തെന്നിപ്പാറി പോകുന്നു. കാരണം ഈ ബ്ലോഗ് ഒരു 10-20 മിനിറ്റ് ഉണ്ട്. ഇത് മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മലയാളികൾക്ക് അന്ന് ഒന്നും ഉറക്കം ഉണ്ടാവില്ല. കാരണം ഇത്ത കൈച്ചയും മേടിച്ച് ജസ്റ്റിനത്തെ കൈച്ചയും മേടിച്ചെന്നുള്ള സന്തോഷത്തിൽ നമുക്കൊന്ന് ഊണും ഉറക്കം ഉണ്ടായില്ലെങ്കിൽ അതുകൊണ്ട് ഈ ബ്ലോഗ് മുഴുവൻ ഞാൻ കാണുന്നില്ല, കാണാനുള്ളൊരു ത്രാണിയില്ല. എന്തായാലും ഇക്ക വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ആയിട്ട് ജസ്റ്റിക്ക് കൊടുക്കുന്നത് ഒരു സ്വർണ്ണ ചെയിനും കുറേ വസ്ത്രങ്ങളും കുറേ ഡ്രസ്സുകളുമാണ് മക്കളെ. ഇതുകൊണ്ടൊന്നും നിർത്തുന്നില്ല, തുടർന്നങ്ങ് പോവുകയാണ് കേട്ടോ. കള്ള്, നുണ, എന്താ പറയാ, നാടകങ്ങൾ, അങ്ങനെ 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 അങ്ങനെ. പ്രിയേ, ഞാൻ സ്ലീവ്ലെസ് കൈയിടാൻ സമ്മതിക്കുന്നില്ല. കിട്ടുകല്ലേ? അതെന്താ കാണിച്ചത്? അതെന്താ സംഭവം? എനിക്കറിയത്തില്ല അതെന്തോ സംഭവം എന്നുള്ളത്. ഒരു അമ്മേനെ നോക്കി മകള് കാണിക്കുന്ന ഒരു 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 തമാശയാണെന്ന് തോന്നുന്നു. എന്തായാലും അമ്മ പറയുന്ന മറുപടി നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ. കെട്ട് വള്ളി വെച്ച് കെട്ടാൻ പോവുകയാണ്. കാരണം ഒന്നും പ്രീ പ്ലാൻഡ് അല്ല കേട്ടോ. നാക്കിങ്ങനെ നീട്ടുമെന്ന് ജസ്റ്റിനെ പറഞ്ഞിട്ടുമില്ല. അത് കെട്ടാൻ വേണ്ടി ഉമ്മ വള്ളിയും കൊണ്ട് ഇരിക്കുന്നുമില്ല. ഇതൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. എല്ലാം പെട്ടെന്ന് അങ്ങനെ ഒരു നാച്ചുറൽ ആയിട്ട് വരുന്ന റിയാക്ഷൻ ആയതുകൊണ്ട് നമുക്കത് വെള്ളം തൊടാതെ വിഴുങ്ങാം കേട്ടോ. ഞാനിങ്ങനെ ഒരു വിരല് ചൂണ്ടിയാ പേടിയാ. അങ്ങനത്തെ അവള് ഇനി തച്ചെന്ന് പറഞ്ഞത് എന്താക്കൂ. അത്രക്ക് പേടിയാ ഇവക്ക്. ഇന്നേയും ബാപ്പനെയോ എന്നിട്ടാണെങ്കി പറയുന്ന ഇങ്ങനെ പറഞ്ഞത് നന്നായി. എനിക്ക് 2 ദിവസം കിട്ടി. ആ ഒരു സന്തോഷം. ഇപ്പൊ ഒരടച്ചു ആളായി. പിന്നെ എന്റെ ഉമ്മ, എനിക്കറിയാൻ പാടില്ല, ഈ ജസ്നയുടെ കൂടെ കൂടി ഉമ്മ വഷളായോ? ഉമ്മേനെയും ബാപ്പേനെയും കണ്ടാല് കിട ജസ്നത്തെ വിറയ്ക്കുന്നാണ് ഉമ്മ പറയുന്നത്. എന്നെ വളരെയധികം നിങ്ങളെ പേടിയായതുകൊണ്ട്, ഭയഭക്തി ബഹുമാനം ആയതുകൊണ്ട്, അച്ചടക്കത്തോടു കൂടി നല്ല വൃത്തിക്കും മാന്യമായ രീതിയിലുമാണല്ലോ സമൂഹത്തിൽ ജസ്ന ജീവിച്ചു കാണിക്കുന്നത്. നിങ്ങളെ പേടിയായതുകൊണ്ടായിരിക്കും ഇമാതിരിയുള്ള പൊല്ലാപ്പുകളെല്ലാം ആഴ്ചയിൽ ദിവസത്തിൽ ജസ്ന ഉണ്ടാക്കി വെക്കുന്നതും വാർത്തകളിലെല്ലാം ഇടം നേടുന്നതും അല്ലെ. പഴയ ജസ്നേനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഗുരുവായൂരപ്പന്റെ പടം വരച്ച് ഗുരുവായൂരെല്ലാം കൊണ്ടുപോയി സമർപ്പിച്ച് അങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു പാവം പിടിച്ച പെൺകുട്ടി, മുസ്ലിം പെൺകുട്ടി. പിന്നീട് മുസ്ലിം എന്ന മതത്തെ വലിച്ചെറിയുന്നു. ഞാൻ മുസ്ലിം കുട്ടി അല്ല, മുസ്ലിം യുവതി അല്ല എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നു. പിന്നെ നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാലോ. പിന്നെ ഉപ്പേനെ വളരെയധികം പേടിയായതുകൊണ്ട് ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് പോലും ജസ്ന ഉമ്മയുടെ പുന്നാര മോള് വാർത്തയിൽ ഇടം നേടിയിരുന്നു കേട്ടോ. കഴിവ് തെളിയിച്ചതിനൊന്നും അല്ല, ഓരോരോ തോന്നിവാസം കാട്ടിക്കൂട്ടിയതിന്. ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് വീണ്ടും റീൽസ് ചിത്രീകരണം. ജസ്ന സലീമിനെതിരെ കേസ്. കണ്ടല്ലോ, ഉമ്മേനെയും ഉപ്പേനെയും ഭയഭക്തി ബഹുമാനത്തോടെ ജീവിക്കുന്ന സമൂഹത്തിൽ മുമ്പോട്ട് പോകുന്ന ജസ്നേനെ പോലെയുള്ള ഒരു മുസ്ലിം പെൺകുട്ടി, മുസ്ലിം യുവതി ഭയഭക്തി ബഹുമാനത്തോടു കൂടി ചെയ്തു വെച്ച കാര്യങ്ങളാണ് വാർത്തയിൽ വരുന്നത്. ഗുരുവായൂരപ്പനെ അത്രയധികം സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണന്റെ പടം വരച്ച് ഉപജീവന മാർഗം നേടിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടി ജസ്ന
ആ ഗുരുവായൂർ അമ്പലത്തിലെ നിയമങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ അനുഷ്ഠാനങ്ങളും എല്ലാം തെറ്റിച്ചുകൊണ്ട് പിന്നെയും പിന്നെയും ഹൈക്കോടതിയുടെ ഉത്തരവ് പോലും മറികടന്നുകൊണ്ട് അവിടെ പോയി റീൽസ് ചിത്രീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗുരുവായൂരപ്പനാണ് എന്റെ എല്ലാം, അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണനാണ് എനിക്ക് ജീവിതം തന്നതെന്നൊക്കെ ഇവള് പാടി പറയുന്നതിന് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ? ഒരർത്ഥവും ഇല്ല, വെറും നാടകം മാത്രമാണ്. എന്തെങ്കിലും ഒരല്പമെങ്കിലും സ്നേഹമോ ഒരു ബഹുമാനമോ ഒരു ഭക്തിയോ ഭഗവാനോട് ഉണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ അനുഷ്ഠാനങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് പിന്നെയും പിന്നെയും റീൽസിന് വേണ്ടി, വെറും തുച്ഛമായ റീച്ചിന് വേണ്ടി ഇമാതിരി കോപ്രായങ്ങൾ അവിടെ പോയി ഇവളൊക്കെ കാട്ടിക്കൂട്ടുമോ എന്നാണ് എന്റെ ചോദ്യം. മാതിരിയുള്ള കാട്ടിക്കൂട്ടുകൾക്കെല്ലാം ശേഷം ജസ്നത്ത പോയി ചെയ്തത് എന്താണ്? കൈ അങ്ങ് മുറിച്ചു. ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്, എനിക്ക് ഈ ലോകത്ത് ജീവിക്കേണ്ട, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള കപട നാടകങ്ങൾക്കൊക്കെ ശേഷം കൈ അങ്ങോട്ട് മുറിച്ചു, ആശുപത്രിയിലാവുന്നു. അത് അടുത്ത വാർത്ത. പിന്നെയും മാന്യമായി മുമ്പോട്ട് പോകാതെ അടുത്ത ദിവസം തന്നെ എനിക്കൊന്ന് ഡിസ്ചാർജ് ആയ പിറ്റേ ദിവസം തന്നെ ഗുരുവായൂരമ്പല നടയിൽ വന്ന് പിന്നെയും ഫോട്ടോ എടുക്കാൻ, അല്ലെങ്കിൽ ഒരു അന്യമതസ്ഥയായ ആൾക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനമില്ല എന്നതുൾപ്പെടെയുള്ള അനുഷ്ഠാനങ്ങൾ തെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടില്ലേ, ഗുരുവായൂരമ്പല നടയിൽ വന്ന് പുറത്തു നിന്നാണെങ്കിൽ പോലും ഒരു ഫോട്ടോ എടുക്കാനും ഒരു ചിത്രം പങ്കുവെക്കാനും കാണിക്കുന്ന ആ വ്യഗ്രത. കാരണം അവർ വെറും റീച്ചിന് വേണ്ടി മാത്രമാണ്. ഇത് കാണുമ്പോൾ കുറെ അധികം ഭഗവാനെ സ്നേഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ജസ്നയെ എതിർക്കുന്ന ആൾക്കാർ വന്ന് കമന്റ് ഇടുന്നു, അല്ലെങ്കിൽ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുന്നു. ഇങ്ങനെയുള്ള കുറെ അധികം കോപ്രായങ്ങൾ കാണിച്ച് എങ്ങനെയെങ്കിലും ലൈം ലൈറ്റിൽ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് വന്ന് ജസ്നയുടെ ലക്ഷ്യം എന്ന് പറയാതെ പറയേണ്ടി വരും. ചിലർ പറയും നീയൊക്കെ വാ തുറക്കുന്നത് കള്ളം പറയാനും ഭക്ഷണം കഴിക്കാനും വേണ്ടി മാത്രമാണ്. ജസ്നയെ പോലെയുള്ള ആൾക്കാരുടെ ജീവിതം കാണുമ്പോൾ, അല്ലെങ്കിൽ വ്ലോഗുകൾ കാണുമ്പോൾ, റീലുകൾ കാണുമ്പോൾ ഈ ഡയലോഗ് സത്യമായി പോവുകയാണോ എന്ന് തോന്നി പോവുകയാണ്. ഭർത്താവിനെ മുഖം കാണിക്കാൻ പറ്റില്ല, കാരണം നിങ്ങളൊക്കെ ഭർത്താവിനെ മോശം പറയും, അല്ലെങ്കിൽ അയാളുടെ പ്രൈവസി നഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെയാണ് ജസ്നയുടെ ന്യായവാദങ്ങൾ. പക്ഷെ ആ ഭർത്താവുമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇക്ക അത് മേടിച്ചു തന്നു, ഇക്ക ഇത് മേടിച്ചു തന്നു, ഇക്ക വിളിച്ചു, ഇക്ക ചിരിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വ്ലോഗിൽ വന്ന് ഒരു ഉടുപ്പും കൂടാതെ പറയുകയും ചെയ്യും. മോളെ ജസ്ന, ഇപ്പോൾ കൂടെ അരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ അരുണിനെ വെച്ചിട്ടാണ് പുതിയ റീച്ചുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോഴൊന്നും അല്ല, ഒരു 3-4 വർഷമായിട്ട് കൂടെയുള്ള ആളാണെന്ന് തോന്നുന്നു. അത് കസിൻ ബ്രദർ ആണെന്ന് പറയുന്നു, സഹോദരന്മാരാണെന്ന് പറയുന്നു. അതിലൊന്നും ഇവിടെ ആർക്കും എതിർപ്പില്ല. പക്ഷെ ഈ സഹോദരന്മാര് ലവ് സോങ്ങിന് റീൽസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനെ പോലെ, അല്ലെങ്കിൽ എന്താ പറയാ, കാമുകന്മാരോട് പോലെ ഇഴകിച്ചേർന്ന് റീൽസ് ചെയ്യുന്നു, അത് പങ്കുവെക്കുന്നു, അതിന് ആ രീതിയിൽ അർത്ഥം വരുന്ന ക്യാപ്ഷൻ കൊടുക്കുന്നു. അങ്ങനെയൊക്കെ കാണുമ്പോഴാണ് ഇത് കാണുന്ന മലയാളികൾ ഓരോ ചോദ്യം ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ കമന്റ് ബോക്സിലോട്ട് എത്തുന്നത്. ഒന്നെങ്കിൽ സഹോദരന്മാരായിട്ട് നിൽക്കുക, ഇല്ലെങ്കിൽ ഭർത്താവിനെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കുക, ഇങ്ങനെ ഒരാൾ എന്റെ ജീവിതത്തിലുണ്ട്, നീ ഒന്നും അധികം കിടന്ന് സംസാരിക്കണ്ടടാ എന്ന് മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം കാണിക്കുക. വീട്ടിൽ വരുന്ന എല്ലാവരെയും വെല്ലുവിളിക്കുക, അല്ലെങ്കിൽ ആരുണ്ടടാ എന്നെ തൊടാൻ എന്നുള്ള രീതിയിൽ വെല്ലുവിളിക്കുക. ഇനി ആരെങ്കിലും ഞാൻ ഉണ്ടടി എന്ന് തിരിച്ചു പറഞ്ഞാൽ പോയി പരാതി കൊടുക്കുക, പോലീസ് സ്റ്റേഷനിൽ പോവുക, അതെടുത്ത് റീൽസ് ആക്കി അല്ലെങ്കിൽ ഷോർട്ടുകളാക്കി യൂട്യൂബിൽ പങ്കുവെക്കുക. ഇമാതിരിയൊക്കെ കോമാളിത്തരം കാണിച്ചു കൂട്ടാൻ എന്റെ പൊന്നു മോളെ ഇതിന് മാത്രമേ സാധിക്കുള്ളൂ. എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും എന്റെ കാഴ്ചപ്പാടുമാണ് ഞാൻ പങ്കുവച്ചത്. നിങ്ങൾക്ക് ഇവരെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവെക്കാം നമ്മുടെ കമന്റ് സെക്ഷനിൽ. ബൈ.